ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളും ഫ്രണ്ട്സും ഒന്നിച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം സിദ്ദിഖ് ലാൽ സിനിമ ഫ്രണ്ട്സ് നടക്കുന്നു, വലിയ വേഷങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പുറത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമയാണ്, അതും ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധമല്ല. പക്ഷെ രണ്ടും ഒപ്പമാണ് ഒരു ദിവസം, രണ്ടിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം രണ്ടുപേരെയും പിണക്കാൻ പറ്റൂലാത്ത കാരണം ഈ രണ്ട് പടത്തിലും അഭിനയിക്കാണ്ട് വീട്ടിൽ വെറുതെ ഒരു മാസം ഇരുന്നിട്ടുണ്ട്. സത്യമല്ലേ അത്? ഞാൻ കേട്ടിട്ടുള്ളത് അതെയാണ്, അങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുള്ളത്. ഇന്നസെന്റേട്ടൻ എന്നും രാവിലെ എനിക്ക് തോന്നുന്നു 4-5 പേരെ ഫോൺ ചെയ്യും. ഒന്ന് സത്യേട്ടൻ, പ്രിയേട്ടൻ, മുകേഷ് ഏട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീനിയേട്ടൻ, അങ്ങനെ 4-5 പേര്. അപ്പൊ ഈ പറഞ്ഞാണ് ഉണ്ടാക്കിയ കഥ അപ്പൊ പറഞ്ഞു വെക്കും എല്ലാവരോടും. എൻ്റെ അടുത്തൊക്കെ കഥ മറന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നീ കഥ ഒന്ന് ഓർത്ത് വയ്ക്കണേ, അല്ലെങ്കിൽ ആ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കണേ. അതിങ്ങനെ പുള്ളി കൂട്ടി പറഞ്ഞു. ഈ തമാശ പറയുന്നില്ലേ, ഇപ്പൊ മണിയമ്പിള്ള രാജേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനവന് കിട്ടുമ്പം ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഞാൻ പഞ്ചവർണ്ണത്തത്വ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഇന്നസെന്റ് ഇല്ല. പക്ഷെ ആലപ്പുഴയിൽ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മണിയമ്പിള്ള രാജേട്ടന്റെ രാത്രി ഉറക്കത്തിലൊരു യൂസ് 2 മണിക്ക് എങ്ങാണ്ട് ചെറിയ ഗ്യാസ് ഒക്കെ ആയിട്ട് നെഞ്ചുവേനയായിട്ട് എണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിറ്റേന്ന് എന്നോട് പറഞ്ഞത്, രാവിലെ എണീറ്റിട്ട് ഹോട്ടലിന്റെ മുന്നിൽ കൂടെ കൈ വീശി എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് മണിയമ്പിള്ള രാജേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം അന്ന് ഉച്ചയ്ക്ക് ആയപ്പോൾ ഈ മണിയമ്പിള്ള രാജേട്ടന് ചെറിയൊരു മൂഡ് ഔട്ട് ഉണ്ട്. മൊത്തത്തിൽ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ രാവിലെ സാധാരണ എണീക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ നേരത്തെ എണീറ്റിട്ട് ഒരു പോസിറ്റീവായിട്ടൊന്നും, ഒരു ദിവസം തുടങ്ങിയല്ലേ, ഒരു പോസിറ്റീവ് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്നസെന്റ് ഇവിടെ കാറിൽ വന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ നടക്കുന്നത്. എന്നോട് ഇന്നസെന്റ് ചോദിച്ചു, എന്താ രാജു ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ഓടുവോ എന്ന് ചോദിച്ചിട്ട് കയറിപ്പോയി. ഒരു കാര്യമില്ല, വെളുപ്പിന് 5 മണിക്ക് നടക്കുന്ന ഒരാളോട് റൂമിൽ കയറി പോകുന്ന പോക്കല് അങ്ങനെ ചില തമാശകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തമാശ പുറത്ത് പറയാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത് പുഷ്പം പോലെ പറയും. ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് 10ാം നിലയിലെ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ നാഷണൽ അവാർഡിന്റെ ലാസ്റ്റ് മുട്ടിമുട്ടിയുന്നത് അപ്പം എഴുതി കാണിക്കുകയാണ്, സ്ക്രോളാ, അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, ഇന്നസെന്റ് 3 പേരുമാണ് ലാസ്റ്റ്. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കടാ വീട്ടില്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചടാ, എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അമിതാഭ് ബച്ചന് കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞ അതെങ്ങനെ, അങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടണ്ടടാ, വെളിയിൽ പോട്ടെ. ഞാൻ വിചാരിച്ച എന്റെ അടുത്ത് മാത്രമായിരിക്കുന്നു. മമ്മൂക്കിയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇദ്ദേഹം എല്ലാവരും പറഞ്ഞു ഇത് ഈ 10ാം നിലയിലെ തീവണ്ടിക്ക് ദുബായിൽ ഒരു അവാർഡ് കിട്ടി. അവിടുത്തെ ഒരു പോപ്പുലർ അവാർഡാണ്. അപ്പോ ദുബായിൽ വെച്ച് സ്റ്റേജിൽ കയറി ഈ അവാർഡ് മേടിച്ച് ഈ അവാർഡിന്റെ ഫലകം ഒരു കൈ പിടിച്ചിട്ട് ഈ മൈക്ക് പിടിച്ച് ഇന്നസെന്റേട്ടൻ പ്രസംഗിക്കുകയാണ്. ഈ 10ാം നിലയിലെ തീവണ്ടി എന്ന് പറയുന്ന സിനിമ നാട്ടിൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാ തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ മാറ്റി. ഇതിന്റെ CD ഇറങ്ങിയിട്ടില്ല, വേറെ എവിടെ ഇത് വന്നിട്ടുമില്ല. എന്നിട്ടും ദുബായിലുള്ള മലയാളികൾ ഇത് കണ്ട് എനിക്ക് അവാർഡ് തന്നതിന് വളരെ നന്ദിയെന്ന്. കാരണം ജനങ്ങളുടെ പോളിലെ ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നേ, സ്വന്തം അവാർഡ് മേടിച്ചിട്ട് കൊടുത്തവരോട് പറയുന്നത്. അതുപോലെ ഇന്നസെന്റിന്റെ സ്വന്തം പടം തിയേറ്ററിലൂടെയാണ് തൃശ്ശൂർ രാഗത്തില്. അപ്പൊ പടം തോടുപൊടിയായി. ഞാൻ പടത്തിന്റെ പേര് പറയുന്നത് തോടുപൊടി. അപ്പൊ ഇന്നസെന്റാണ് ഞാൻ ചോദിച്ചു, ഇന്നസെന്റേട്ടാ എങ്ങനെയുണ്ട്, ഇന്ന് ലാത്തി ചാർജ് നടത്തണ്ട, അതാ പരിപാടി എന്ന് വെച്ചാൽ. അപ്പൊ അത്ര ആളാ, അതെ, തൃശ്ശൂര് പറമ്പിൽ ലാത്തി ചാർജ് അടിച്ച് കയറ്റണം തീരുണ്ടാത്തിക്കുന്നത്.